പണ്ട് പണ്ട് അതിമനോഹരമായ രത്നപുരി എന്നൊരു രാജ്യമുണ്ടായിരുന്നു. പേരുപോലെ തന്നെ രത്നങ്ങളും സ്വർണവും കൊണ്ട് സമ്പന്നമായിരുന്നു ആ രാജ്യം. അവിടുത്തെ രാജാവായിരുന്നു വീരസിംഹൻ. വീരസിംഹൻ മഹാരാജാവ് വളരെ ശക്തനും ധീരനുമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ഒരു വലിയ കുറവുണ്ടായിരുന്നു. തന്റെ സമ്പത്തിലും അധികാരത്തിലും അദ്ദേഹത്തിന് അമിതമായ അഹങ്കാരമായിരുന്നു. ലോകത്തിലെ ഏറ്റവും സന്തോഷവാൻ ഞാനാണ്, കാരണം എനിക്ക് ആവശ്യമുള്ളതെന്തും വാങ്ങാനുള്ള പണം എനിക്കുണ്ട് എന്ന് രാജാവ് എപ്പോഴും പറയുമായിരുന്നു. എന്നാൽ ആ കൊട്ടാരത്തിൽ തന്നെ വളരെ ബുദ്ധിമാനായ ഒരു മന്ത്രിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സുമിത്രൻ എന്നായിരുന്നു. നരച്ച താടിയും ശാന്തമായ കണ്ണുകളുമുള്ള സുമിത്രൻ രാജാവിന്റെ ഈ അഹങ്കാരം കണ്ട് പലപ്പോഴും വിഷമിച്ചു. രാജാവിന് യഥാർത്ഥ സന്തോഷം എന്താണെന്ന് അറിയില്ലെന്ന് മന്ത്രിക്ക് ബോധ്യമുണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ രാജാവും മന്ത്രിയും കൂടി ഉലാത്തുകയായിരുന്നു. അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങൾ കൊട്ടാരത്തിന്റെ സ്വർണ്ണ താഴികക്കുടങ്ങളിൽ തട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. പൂന്തോട്ടത്തിലെ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ സുഗന്ധം പരത്തി. പക്ഷികൾ കൂടണയാൻ മരച്ചില്ലകളിലേക്ക് പറന്നുപോകുന്ന ശബ്ദം കേൾക്കാം. രാജാവ് തന്റെ അമൂല്യമായ രത്നഹാരത്തിൽ തൊട്ടുകൊണ്ട് മന്ത്രിയോട് ചോദിച്ചു, "മന്ത്രിവര്യ, നോക്കൂ, എന്റെ ഈ കൊട്ടാരം എത്ര മനോഹരമാണ്! എന്റെ ഖജനാവ് നിലയെ സ്വർണമാണ്. ഈ ലോകത്ത് എന്നേക്കാളും സന്തോഷവാനായി ആരെങ്കിലും ഉണ്ടാകുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? സത്യം പറയൂ." മന്ത്രി സുമിത്രൻ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് വളരെ സാവധാനം പറഞ്ഞു, "പ്രഭോ, അങ്ങ് വലിയ സമ്പന്നനാണ്, സംശയമില്ല. പക്ഷേ സമ്പത്തുകൊണ്ട് മാത്രം കിട്ടുന്നതല്ല യഥാർത്ഥ സന്തോഷം. ഈ രാജ്യത്ത് അങ്ങേക്കാളും സന്തോഷമുള്ള ദരിദ്രരായ മനുഷ്യരുണ്ട്." ഇത് കേട്ട രാജാവിന് ദേഷ്യം വന്നു. അദ്ദേഹത്തിന്റെ മുഖം ചുവന്നു തുടുത്തു. "എന്താണങ്ങ് പറയുന്നത്? ദരിദ്രർക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? അവർക്ക് നല്ല വസ്ത്രങ്ങളില്ല, രുചികരമായ ഭക്ഷണമില്ല. അങ്ങെന്നെ പരിഹസിക്കുകയാണോ?" രാജാവ് ഗർജിച്ചു. മന്ത്രി ശാന്തനായി മറുപടി നൽകി, "പ്രഭോ, എങ്കിൽ നമുക്കൊരു പന്തയം വെക്കാം. നാളെ വേഷം മാറി നമുക്ക് നഗരത്തിലേക്കിറങ്ങാം. ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നേരിട്ട് കാണാമല്ലോ." പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിച്ചുയരുന്നതിനു മുൻപ് തന്നെ രാജാവും മന്ത്രിയും സാധാരണ കച്ചവടക്കാരുടെ വേഷം ധരിച്ചു. രാജാവ് തന്റെ കിരീടവും ആഭരണങ്ങളും അഴിച്ചുവെച്ച് മുഷിഞ്ഞ ഒരു വസ്ത്രം ധരിച്ചു. അവർ കൊട്ടാരത്തിന് പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി. വഴി നീളെ കാഴ്ചകൾ കണ്ടവർ നടന്നു. കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്ന കർഷകർ, ഭാരം ചുമക്കുന്ന തൊഴിലാളികൾ, തെരുവിൽ കളിക്കുന്ന കുട്ടികൾ. ഉച്ചയായപ്പോൾ വെയിൽ കടുത്തു. രാജാവിന് വിശപ്പും ദാഹം കൊണ്ട് നടക്കാൻ വയ്യാതായി. കാലുകൾ വേദനിക്കാൻ തുടങ്ങി. "സുമിത്ര, എനിക്ക് വല്ലാതെ വിശക്കുന്നു. നമുക്കെവിടെ നിന്നെങ്കിലും ഭക്ഷണം കഴിക്കണം," രാജാവ് തളർച്ചയോടെ പറഞ്ഞു. അവരടുത്തുള്ള ഒരു ചെറിയ കുടിലിലേക്ക് നടന്നു. ആ കുടിൽ വളരെ പഴയതായിരുന്നു. മേൽക്കൂര ഓല കൊണ്ട് മേഞ്ഞതാണ്. മുറ്റത്തൊരു വയസ്സായ മനുഷ്യൻ മരത്തടി വെട്ടിക്കീറുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് വിയർപ്പുണ്ടായിരുന്നുവെങ്കിലും ചുണ്ടിലൊരു പാട്ടുണ്ടായിരുന്നു. മന്ത്രി ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നു. "സഹോദര, ഞങ്ങൾ വഴിപോക്കലാണ്. ഞങ്ങൾക്കല്പം കുടിവെള്ളം തരാമോ?" മന്ത്രി ചോദിച്ചു. ആ മനുഷ്യൻ മരപ്പണി നിർത്തി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. "അയ്യോ, അതിനെന്താ? വെള്ളം മാത്രമല്ല, സമയവും ഉച്ചയായില്ലേ. വല്ലതും കഴിച്ചിട്ട് പോകാം. എന്റെ ഭാര്യ കഞ്ഞിയുണ്ടാക്കിയിട്ടുണ്ട്, അത് നമുക്ക് പങ്കിടാം." രാജാവിന് അത്ഭുതം തോന്നി. താൻ രാജാവാണെന്ന് അറിയാതെ തന്നെ ഉള്ള ഭക്ഷണം പങ്കിടാൻ ഈ ദരിദ്രൻ തയ്യാറാകുന്നു. അവർ കുടിലിനകത്തേക്ക് കയറി. അവിടെ ആ മനുഷ്യന്റെ ഭാര്യയും 2 കുട്ടികളും ഉണ്ടായിരുന്നു. കുട്ടികൾ ചിരിച്ചും കളിച്ചും നടക്കുന്നു. അവർ രാജാവിനും മന്ത്രിക്കും മൺപാത്രത്തിൽ കഞ്ഞിയും ചമ്മന്തിയും വിളമ്പി. രാജാവ് ആർത്തിയോടെ അത് കുടിച്ചു. "എന്തൊരു രുചി! എന്റെ കൊട്ടാരത്തിലെ വിഭവങ്ങളെക്കാളും രുചിയുണ്ട് ഈ കഞ്ഞിക്ക്," രാജാവ് മനസ്സിൽ പറഞ്ഞു. ഭക്ഷണത്തിന് ശേഷം അവർ വരാന്തയിലിരുന്ന് സംസാരിച്ചു. രാജാവ് ആ മനുഷ്യനോട് ചോദിച്ചു, "സുഹൃത്തെ, താങ്കൾക്ക് ഈ ജീവിതത്തിൽ വിഷമമൊന്നുമില്ലേ? പണമില്ലാത്തതിൽ ദുഃഖമില്ലേ?" ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "അയ്യോ, എന്തിനാണ് ദുഃഖിക്കുന്നത്? എനിക്ക് അധ്വാനിക്കാൻ ആരോഗ്യമുണ്ട്, സ്നേഹിക്കാൻ ഒരു കുടുംബമുണ്ട്, വിശപ്പടയ്ക്കാൻ ഭക്ഷണമുണ്ട്. പിന്നെ രാത്രി സുഖമായി ഉറങ്ങാൻ ഈ കുടിലുമുണ്ട്. ഇതിലും വലിയ എന്ത് സമ്പത്താണ് എനിക്ക് വേണ്ടത്?" അത്യാഗ്രഹമാണ് മനുഷ്യന്റെ സമാധാനം കെടുത്തുന്നത്. ആ വാക്കുകൾ രാജാവിന്റെ ഹൃദയത്തിൽ തറച്ചു. താൻ സ്വർണ്ണക്കട്ടിലിൽ കിടന്നാലും ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാറുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ കഠിനമായി അധ്വാനിച്ചിട്ടും എത്ര സമാധാനത്തോടെ ജീവിക്കുന്നു. വൈകുന്നേരം അവർ കൊട്ടാരത്തിലേക്ക് മടങ്ങി. വഴിയിലുടനീളം രാജാവ് മൗനമായി നടന്നു. കൊട്ടാരത്തിലെത്തിയപ്പോൾ രാജാവ് മന്ത്രിയുടെ കൈകൾ ചേർത്തു പിടിച്ചു. "മന്ത്രിവര്യ, അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഞാൻ തോറ്റുപോയിരിക്കുന്നു. സ്വർണമോ രത്നങ്ങളോ അല്ല, സംതൃപ്തിയുള്ള മനസ്സാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞു. പ്രജകളെ സ്നേഹിക്കാനും അവരെ സഹായിക്കാനുമാണ് ഇനി ഞാൻ എന്റെ സമയം ചെലവഴിക്കുക." അന്നുമുതൽ വീരസിംഹൻ ഒരു പുതിയ രാജാവായി മാറി. അദ്ദേഹം തന്റെ ഖജനാവിലെ പണം പാവപ്പെട്ടവരെ സഹായിക്കാൻ ഉപയോഗിച്ചു. അഹങ്കാരം വെടിഞ്ഞ് അദ്ദേഹം എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറി.
അങ്ങനെ രത്നപുരിയിലെ ജനങ്ങളും രാജാവും സന്തോഷത്തോടെ ജീവിച്ചു. കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു മാന്ത്രിക കഥയുമായി വീണ്ടും കാണാം. ടാറ്റാ.